ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിക്കുമെന്നൊന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നാം ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിക്കുമെന്ന് നാം ഒന്നാമത് വിശ്വസിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമോ കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എനിക്ക് ദൈവം നൽകിയെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് മാർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ഇന്ന് കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ മധ്യയിലൂടെ കടന്നു പോകുന്ന കുടുംബ ജീവിതമേ, ബിസിനസ് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ദൈവജനമേ, നിൻ്റെ തകർച്ചകളെ അവൻ മാറ്റുന്ന ദൈവമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ അത് പൂർണ്ണമായി തീർത്തു തരും. ഇന്ന് നമുക്കൊന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നുവോ? ക്രിസ്തു യേശുവിൽ എൻ്റെ ഫൈനാൻസ് പ്രോബ്ലങ്ങൾ, എൻ്റെ കുടുംബ തകർച്ചകൾ, എൻ്റെ ബിസിനസ് തകർച്ചകൾ, എൻ്റെ രോഗ അവസ്ഥകൾ, അത് ക്രിസ്തു യേശുവിൽ അത് പൂർണ്ണമായി തീർത്തു തരും. അത് പൂർണ്ണമായി മാറ്റപ്പെടും. അത് പൂർണ്ണമായി സൗഖ്യമുണ്ടാകും. അത് പൂർണ്ണമായി എൻ്റെ ഭവനത്തിന് സമാധാനമുണ്ടാകും. അത് പൂർണ്ണമായി എന്നെ ബലപ്പെടുത്തും. അത് പൂർണ്ണമായി എന്നെ ശക്തിപ്പെടുത്തുന്നതാണ്. അത് പൂർണ്ണമായി എൻ്റെ കടഭാരങ്ങളെ മാറ്റുന്നതാണെന്ന് നാം ക്രിസ്തുവിൻ്റെ ആ വിശ്വാസത്തിൽ നാം വളരുവാൻ സാധിച്ചാൽ നിശ്ചയമായി ആ ക്രിസ്തുവിൻ്റെ നാം കാണാതെ കാണുന്നതാണ് നമ്മൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. നാം കണ്ട് വിശ്വസിക്കുന്നതിൻ്റെക്കായി നല്ലത് നാം ഒന്ന് വിശ്വസിക്കണം, ഞാൻ എൻ്റെ കടഭാരങ്ങളെ എൻ്റെ ദൈവം പൂർണ്ണമായി മാറ്റിയെന്ന്. നാം പ്രാർത്ഥിക്കുന്നതിന് മുന്നായി അത് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കടഭാരങ്ങളെ, നമ്മുടെ രോഗാവസ്ഥകളെ, ബിസിനസ് തകർച്ചകളെ മുഴുവനും മാറ്റുന്ന ഒരു ദൈവീക കരുതലിനെ, ഒരു കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതുണ്ടാകുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നാം പ്രാർത്ഥിക്കുന്നതിന് മുന്നായി നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ എൻ്റെ സ്വർഗം യേശു കർത്താവ് എനിക്ക് ഉത്തരം നൽകുമെന്ന് നാം വിശ്വസിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. അതേ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമില്ലാതെ നാം ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം പരാജയപ്പെടുന്നവരായി നമുക്ക് കാണപ്പെടുന്നതായി മാറുവാൻ സാധിക്കും. എന്നാൽ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജയം പകരുന്ന, നമുക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവീക സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാപ്രവചനം 55:8, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങളിലും
നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പം നമ്മുടെ വിചാരങ്ങൾ അത് ദൈവഹിതമുള്ള വിചാരമായി മാറുവാൻ സാധിക്കണം. നാം പ്രാർത്ഥിക്കുന്നത് ഉത്തരം നൽകുമെന്ന്, എന്നെ സഹായിക്കുമെന്ന്, എന്നെ വിടുവിക്കുമെന്ന്, എന്നെ പരിപാലിക്കുമെന്നുമുള്ള പൂർണ്ണമായ ഉത്തമ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ, ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11:25-26 വാക്യങ്ങൾ. നിങ്ങൾ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, നിങ്ങളുടെ പിഴവുകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പാൻ നിങ്ങൾ കാംക്ഷിച്ചാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴവുകളെ ക്ഷമിക്കുകയില്ല. അപ്പം നാം പ്രാർത്ഥിക്കുന്നതിന് മുന്നായി നാം ചെയ്യേണ്ടത്, നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായി, നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നവരായി, നമ്മെ തന്നെ ഒന്ന് ഹൃദയത്തോട് നോക്കുന്നവരായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ ആ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന നമുക്ക് ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ്. ആ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന നമുക്ക് സൗഖ്യം നൽകുന്ന പ്രാർത്ഥനയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അതേ, ഞാൻ ആരോടെങ്കിലും വിശ്വാസത്തോടെയാണോ വൈരാഗ്യത്തോടെയാണോ ഇരിക്കുന്നത്? അതെ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉത്തരം കാണാത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകണമെങ്കിൽ നാം ദൈവഹിതം പോലെ പ്രാർത്ഥിക്കുന്നവരായി മാറണം. അതേ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴവുകളെ ക്ഷമിക്കുകയില്ല. അപ്പം നാം പ്രാർത്ഥിക്കുവാൻ, നാം യാഗപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ നാം അവരോട് പൂർണ്ണമായി ക്ഷമിക്കുവാൻ തീരുമാനമെടുത്താൽ നമ്മുടെ സ്വർഗസ്ഥനായ ആ നല്ല പിതാവും നമ്മളോടും പൂർണ്ണമായി ക്ഷമിക്കും. അതേ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അപ്പം നാം മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞ് അവരോട് വിട്ടുവീഴ്ചയില്ലാതെ, അവരോട് കരുണയില്ലാതെ, അവരോട് സ്നേഹമില്ലാതെ, മനസ്സലിവില്ലാതെ നാം അവരോട് ഒട്ടും ക്ഷമിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം പരാജയപ്പെടുന്നവരായി മാറുവാനിടവരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആ പ്രാർത്ഥന നാം വിജയിക്കണമെങ്കിൽ, അതിന് ഉത്തരം കിട്ടണമെങ്കിൽ, അതിന് മറുപടി കിട്ടണമെങ്കിൽ, രോഗസൗഖ്യമുണ്ടാകണമെങ്കിൽ, കുടുംബത്തിന് അനുഗ്രഹം വർദ്ധിക്കണമെങ്കിൽ, സമാധാനമുണ്ടാകണമെങ്കിൽ, ബിസിനസ് തകർച്ചയിൽ നിന്ന് ഒരു ഉയർച്ചയുണ്ടാകണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവനായി, മറ്റുള്ളവർ പൊറുക്കുന്നവനായി മാറണം. അതേ, മിഖ്യാ പ്രവചനം അതിൻ്റെ 6-ന്റെ 9-ാം വാക്യം:
യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, അവൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പിൻ. ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ആ ദൈവത്തെ നാം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നവനായി, ആ സൃഷ്ടാവിൻ്റെ വാക്കനുസരിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പിൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, ഭൂമിയെയും സൃഷ്ടിച്ചു. പാഴും ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, വടിയെയും അതിനെ നിയമിച്ചവനെയും ശ്രദ്ധിപ്പിൻ. കേട്ടോ, യഹോവ പട്ടണത്തോട് വിളിച്ചു പറയുന്നത്, അവൻ്റെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു. അവൻ്റെ നാമം യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഹോശേയ അതിൻ്റെ 12:5 എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം അവൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരായി, അവൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി, നാം അനുഗ്രഹം പ്രാപിക്കുന്ന വ്യക്തിയായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറുവാൻ സാധിക്കും. പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പറ്റാതിരിക്കുന്നത് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പറ്റാതെ, മറ്റുള്ളവരോട് പൊറുക്കുവാൻ പറ്റാതെ നാം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പരാജയത്തിലേക്ക് കടന്നു വരും. നാം പൂർണ്ണമായി ക്ഷമിക്കുവാൻ, പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ തീരുമാനമെടുത്താൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവീക കരുതലിനെ കാണുവാൻ സാധിക്കും. യഹോവ നീതിമാനുടെ വഴി അറിയുന്നു, ദുഷ്ടരുടെ വഴിയോ നാശകരം. അതേ സങ്കീർത്തനം 1. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കുന്നവരായി, ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നവരായി മാറുവാൻ സാധിക്കണം. അങ്ങനെ നാം അവൻ്റെ വാക്കുകളെ അനുസരിക്കുന്നവരായി അത് തീരുമാനമെടുക്കുമ്പോൾ, നാം ക്ഷമിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതൽ, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഉത്തരം നൽകുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ, ഒരു ദൈവിക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ആറ്റിനരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇലവാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പം നിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെയും സാധിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിലുള്ള മനോഭാവത്തിന് വ്യത്യാസമുണ്ടായിരിക്കണം. വിട്ടുവീഴ്ച ചെയ്യുവാനും, മനസ്സലിവ് കാണിക്കുവാനും, മറ്റുള്ളവനോട് പൂർണ്ണമായി ക്ഷമിക്കുവാനും നീ തയ്യാറെടുത്താൽ നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവീക കരുതലിനെ നിനക്ക് കാണുവാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളോട് ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിന് മുന്നായി വല്ലവരോടും നാം തെറ്റുകളുണ്ടെങ്കിൽ നാം ക്ഷമിക്കുവാൻ നാം തയ്യാറെടുത്താൽ നാം അനുഗ്രഹിക്കപ്പെടുന്ന, നാം സമൃദ്ധിയുള്ള, നാം നല്ല ഒരു ആത്മീയ വ്യക്തിയായി മാറുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിക്കുമെന്ന് വിശ്വസിപ്പിൻ. ഇന്ന് കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ മധ്യയിലൂടെ കടന്നു പോകുന്ന കുടുംബ ജീവിതമേ, തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, എൻ്റെ യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിൻ്റെ തകർച്ചകളെ ഇന്ന് പണിയുകയാണ്. നീ ഒന്ന് വിട്ടുകൊടുക്കുവാൻ, നീ ഇന്ന് തീരുമാനമെടുത്താൽ അത്ഭുതത്തെ ചെയ്യുന്ന, അതിശയത്തെ ചെയ്യുന്ന, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന ദൈവം, അവൻ വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവം ഇന്ന് നിൻ്റെ ശൂന്യതകളെ മാറ്റി ഇന്നവൻ നിറച്ചിരിക്കുക.
തുറന്നിരിക്കുകയാണ്. നിൻ്റെ ബിസിനസ് തകർച്ചകളെ മാറ്റി ഇന്നവൻ പുതുമേഖലകളെ പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.